റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണവുമായി BLOമാർ. വ്യാജ റിപ്പോർട്ടുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ആരോപണം. വിതരണം ചെയ്യാത്ത എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തുവെന്ന് റിപ്പോർട്ട് നൽകാനാണ് സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത്. വ്യാജ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ജോലി തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് കാട്ടാക്കടയിലെ ഉദ്യോഗസ്ഥനായ സജീവൻ നിർദ്ദേശം നൽകുന്നതെന്ന് BLOമാർ പറയുന്നു. BLOമാരുടെ ഓഡിയോ സന്ദേശം റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ഇങ്ങനെയും ചിലർ. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്ഷൻസിന് നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പം നിലവിൽ BLOമാരോട് ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിലവിൽ BLO ആണ്. അപ്പോൾ എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ ബാർകോഡ് നിലവിൽ കയ്യിലിരിക്കുന്ന എല്ലാ ഫോമിൻ്റെയും ബാർകോഡ് സ്കാൻ ചെയ്യുക, സ്കാൻ ചെയ്ത ശേഷം ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുക, എന്നിട്ട് അത് പിന്നീട് എപ്പോഴെങ്കിലും വിതരണം ചെയ്യാന്നൊക്കെയാണ് പറയണത്. ഇത് ഇവരാരും ഈ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം എടുക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെയും ഡയറക്ഷൻ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ചേർന്ന് ഫോം കൊടുത്തതിന് ശേഷം മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാൻ പാടുള്ളൂ. പക്ഷേ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ സജീവ് എന്ന് പറഞ്ഞൊരാൾ, അയാളെന്ന് വെച്ചാൽ നടപടി എടുക്കും, ജോലി തെറിപ്പിക്കും എന്നുള്ള രീതിയിലാണ് BLOമാരോട് സംസാരിക്കുന്നത്. സ്ത്രീകളൊക്കെ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആരും ഇപ്പോൾ പുതുതായിട്ട് നിയോഗിച്ചിരിക്കുന്ന BLOമാരെ 90% അവരവരുടെ ജനിച്ച സ്ഥലങ്ങളിലോ വീടിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ല. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു ഒരു ഹോംവർക്കും ഇല്ലാതെയാണ് BLOമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. BLOമാരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക്. ഹോംവർക്ക് ഇല്ലാതെ ചെയ്തൊരു പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ താമസിക്കുന്നത് കല്ലിയൂര് പഞ്ചായത്തിലാണ്, എന്നെ നിയോഗിച്ചിരിക്കുന്നത് പള്ളിച്ചൽ പഞ്ചായത്തിലും. ജനങ്ങൾ അവിടുത്തെ പബ്ലിക്കിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇവിടെ ഇന്ന് നിയോഗിച്ചിരിക്കുന്ന ഒരു 50% BLOമാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫോം വിതരണം മാത്രം നടത്തുന്നതിന് ഓൾമോസ്റ്റ് 15 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട്. പ്രായമായവരോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ കഴിയാത്തവരായ ജനങ്ങൾ താമസിക്കുന്ന വീടുകളിലാണെങ്കിൽ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഓൾമോസ്റ്റ് 45 മിനിറ്റോളം സമയം എടുക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരിയായ രീതിയിൽ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ 15 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ പൂർത്തിയാക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യം. വീടുകളുടെ മെയിൽ ബോക്സിലും അതുപോലെ ആളില്ലെങ്കിലും അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാം. അതായത് ഒരു എന്യൂമറേഷൻ ഫോമിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് വിലയിരുത്തപ്പെടും. അങ്ങനെ മെയിൽ ബോക്സിൽ ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ കുറേ ഫോം വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുക, അതിനുശേഷം നമ്മൾ വിതരണം ചെയ്താലും മതി എന്നുള്ള ലെവലിലാണ് അവർ സംസാരിക്കുന്നത്. അത് നമുക്കൊരിക്കലും പ്രായോഗികമല്ല. ഇതെല്ലാം ഓറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പുതിയ BLOയാണ്. എനിക്ക് ഓഫീസിൽ നിന്ന് റിലീവിങ് കിട്ടിയതും തിങ്കളാഴ്ചയാണ്. ഏകദേശം ഒരു 3 മണിക്കാണ് ഓർഡർ കിട്ടിയത്. അപ്പോൾ ആ സമയം മുതൽ അവരെന്ന് വിളിച്ച് എത്രയും പെട്ടെന്ന് ഫീൽഡിൽ പോകണമെന്ന് പറഞ്ഞു. ഒരു ദിവസം 500 ഫോം കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അത് നടക്കാത്ത കാര്യമാണ്. എന്തെന്നാൽ നമ്മളെ ഒരു BLO പുതിയ ആൾ ഒരു പ്രദേശത്ത് പോകുന്ന സമയത്ത് അവർക്ക് ഏരിയ പഠിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. അത് മാത്രമല്ല, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഫോം കൊടുക്കുന്ന സമയത്ത് അവരെ ധാരണ ചെയ്യുമ്പോൾ പോരത്തെ നിയമമാണോ അതുമായി ബന്ധപ്പെട്ട് അവരിങ്ങോട്ട് പല സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് നമ്മൾ തിരിച്ച് കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കണം. എങ്ങനെ നോക്കിയാൽ ഒരു വീട്ടിൽ പോയി സമയത്ത് ഒരു 10, 25, 40 മിനിറ്റ് വരെ അവിടെ സമയം ചെലവഴിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പലർക്കും ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഇതാണ് പരാതികൾ. ചെറിയ പരാതിയല്ല കേട്ടോ. ഈ മോളിൽ ഓഫീസിലിരിക്കുന്ന ഓഫീസർമാർക്ക് ഈ കാര്യം അറിയണ്ടല്ലോ. ബൂത്ത് ലെവൽ ഓഫീസർമാരായ പാവപ്പെട്ട മനുഷ്യരാണ് ഈ ബുദ്ധിമുട്ടുന്നത് മുഴുവൻ. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഒന്നാമത് ഈ സമയം നീട്ടിക്കൊടുക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. കാര്യം ഇവർക്ക് വല്ലാത്തൊരു ജോലി സമ്മർദ്ദം. ശരിക്കും പറഞ്ഞാൽ അടുപ്പിൻ്റെ മണ്ടയിലിരിക്കുന്ന പ്രഷർ കുക്കർ പോലെയാണ് ഇവിടുത്തെ BLOമാരുടെ അവസ്ഥ. ഒന്നുകിൽ ഒരു 15 ദിവസം കൂടെ നീട്ടിക്കൊടുത്ത് ഇവർക്ക് കുറച്ചുകൂടി ഒരു സമാധാനമുണ്ട്. പക്ഷേ അതെങ്ങനെയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് കൊണ്ട് SIR വെച്ചിരിക്കുകയല്ലേ. ഇതാണ് പ്രായോഗികമല്ല എന്ന് കോൺഗ്രസും CPM ഒക്കെ പറഞ്ഞത്. എന്നിട്ട് ആരും കേട്ടില്ല. ഇപ്പോൾ ഇവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഒരു വീട്ടിൽ പോയാൽ ചുരുങ്ങിയതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇരുന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. അതിനിടയിലാണ് ഈ സൂപ്പർവൈസർമാരുടെ സഹായം കിട്ടാതെ വരുന്ന അവസ്ഥ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് വിളിച്ച് വ്യാജമായിട്ട് കാര്യങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് വല്ലാതെ ബുദ്ധിമുട്ടുകയാണോ റോഷിപാൽ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർ? അരുൺകുമാർ, ഒരു സംശയവുമില്ല. കാരണം ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ വീട് കയറി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് ശേഖരിച്ച് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ വലിയ ഉത്തരവാദിത്തമാണ്. ഈ പൂർണ്ണമായ ചുമതല നിർവഹിക്കാൻ ഇവർക്ക് അനുവദിച്ച സമയമാകട്ടെ 15 ദിവസം മാത്രവും. നവംബർ 4-നാണ് എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ആരംഭിക്കുന്നത്.
ഡിസംബർ 4-നകം എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണവും അത് ശേഖരണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ ഇപ്പോഴത് മാറി 15-നകം തന്നെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യണം, അവരുടെ ആപ്പിലൂടെ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശമാണ്. അങ്ങനെയാണ് കടുത്ത സമ്മർദ്ദമായി മാറുന്നത്. ഇപ്പോൾ നമുക്ക് പ്രതികരണം തന്ന 2 ബൂത്ത് ലെവൽ ഓഫീസർ മാത്രമല്ല, മറ്റു പലർക്കും അത് ആശങ്കയാണ്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അവരുടെ പരാതികൾ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞാൽ നടപടി ഉണ്ടാകുമോ എന്നത്. ഇങ്ങനെ സമ്മർദ്ദം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അച്ചടക്ക നടപടി വരും, ക്രിമിനൽ കേസ് വരും എന്നടക്കമുള്ള ഭീഷണികൾ സൂപ്പർവൈസർമാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ്. അങ്ങനെ അത് വില്ലേജ് ഓഫീസർമാരാണ് സൂപ്പർവൈസർമാർ, അതിനു മുകളിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരുണ്ട്, അതിനു മുകളിൽ ജില്ലാ കളക്ടർമാരുണ്ട്. അങ്ങനെ വലിയൊരു ആ രീതിയിലാണ് സൂപ്പർവൈസർമാരുള്ളത്. ഇത് ഓരോ യോഗത്തിലും അല്ലാതെ വ്യക്തിപരമായി ഓരോ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഈ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് ശക്തമായ സമ്മർദ്ദം നൽകുകയാണ്. കൃത്യമായി ഈ വീടുകൾ കയറി ഈ എന്യൂമറേഷൻ ഫോമുകൾ അവരുടെ വോട്ടർമാരുടെ കൈകളിലെത്തിക്കുക അത്ര എളുപ്പമല്ലെന്നാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ പറയുന്നത്. പലയിടത്തും വീട് അടച്ചിട്ടിരിക്കുന്ന വീടിൽ ഈ എന്യൂമറേഷൻ ഫോമുകൾ അവിടെ ജനവാതിൽ തുറന്ന് അകത്തേക്ക് ഇടാനാണ് പറയുന്നത്. അങ്ങനെ അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് ശേഖരിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഇത് കൃത്യമായി പൂർത്തീകരിക്കണമെങ്കിൽ കൂടുതൽ സമയം വേണമെന്ന ആവശ്യമാണ് വരുന്നത്. ഇതേ കാര്യമാണ് നേരത്തെ സർക്കാർ മുന്നോട്ട് വെച്ചത്. സംയുക്ത പ്രമേയം നിയമസഭ പാസാക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞതും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ SIR നടപ്പിലാക്കിയാൽ, തിരക്കിട്ട് SIR നടപ്പിലാക്കിയാൽ അത് പ്രായോഗികമാവില്ല. അത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതലയുണ്ട്. ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ലഭ്യമാകില്ല. കാരണം അവരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അത് CPM-ഉം കോൺഗ്രസും BJP-യും മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവർക്കുമുണ്ട്. അവർക്ക് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ സഹായിക്കണമെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇത് വലിയ പ്രതിസന്ധിയാണ്. എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാരും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. വലിയ ആശങ്കയിലൂടെയാണ് അവരൊക്കെ കടന്നു പോകുന്നത്. ശരി, ഓക്കെ, താങ്ക് യു റോഷി, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കമന്റുകൾ വരുന്നത് ശ്യാംരാജ് പറയുന്നു, നിലവിലുള്ള വോട്ടർ പട്ടികയായി വീട്ടിൽ ചെല്ലുക, ഇല്ലാത്തവരെ കട്ട് ചെയ്യുക. സിമ്പിൾ, ബട്ട് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്ന് തോന്നുന്നു. അങ്ങനെയല്ല, മാറിക്കിടപ്പുണ്ട് പലതും. മാത്രമല്ല, ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്കും ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്കും ഒക്കെ മാറി താമസിക്കുന്ന സാഹചര്യമുണ്ട്.